ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മിക്കവാറും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടും. പക്ഷെ ബോബി ചെമ്മണ്ണൂര് ജാമ്യം കിട്ടിയാലും അടുത്ത പണി വാങ്ങി കൂട്ടുമോ എന്നാണ് സംശയം. അപ്പൊ ഇന്ന് കോടതിയിൽ രാവിലത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജാമ്യം കിട്ടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 3 മണിക്ക് പരിഗണിക്കാൻ സെറ്റപ്പിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം പോലീസ് കസ്റ്റഡിയിൽ ബോബി ചെമ്മണ്ണൂരിന് ആവശ്യമുണ്ടോന്ന് വെച്ചപ്പോൾ ഇല്ലാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ബോച്ചയ്ക്ക് ഒരു അനുകൂലമായിട്ട് സംഭവങ്ങൾ മാറിയിട്ടുണ്ട്. എന്താണെങ്കിലും ഏകദേശം ഒരു കിട്ടുമെന്നുള്ളൊരു ജാമ്യം കിട്ടുമെന്നൊരു സെറ്റപ്പിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ വേറൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെയാണെങ്കിലും ജാമ്യം കൊടുക്കുന്ന എന്തെങ്കിലും നിബന്ധനകളൊക്കെ ഒരു കർശനമായ നിബന്ധനകൾ കോടതി ഉറപ്പായിട്ടും പറയുന്നുണ്ടാവും. അപ്പോൾ അത് ബോച്ചയെ സ്വീകരിക്കാനായിട്ട് അവരുടെ PR ടീമൊക്കെ ഒരു ഇന്നത് ഒരുങ്ങി നിൽക്കുന്നുണ്ടാവും. ഫിജിക്കാട്ട് എന്താ എൻ്റെ പേര്, മറ്റേ ബോച്ചയുടെ എൻ്റെ പേരെന്തായിരുന്നു? ഓക്കെ, അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ടല്ലോ ബോച്ചയ്ക്ക്. പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലെ ആളുകള് അങ്ങനെ ഒരു വൻ സന്നാഹം തന്നെ റോഡ് ഷോയ്ക്കും അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ മുതിർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹണി റോസിനെതിരെ പിന്നെ മോശമായിട്ട് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ജാമ്യം കിട്ടിയതൊക്കെ ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക് പിന്നെയും ബോച്ച ജയിലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പിന്നെ എത്തും. അതുകൊണ്ട് ബോച്ച അകത്ത് കിടക്കാണ്. അപ്പോൾ എന്ത് ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയില്ല. എന്താണെങ്കിലും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെയും ഈ കൈവിട്ട വാക്കും കളികളൊക്കെ കളിക്കാതിരുന്ന അദ്ദേഹത്തിന് കൊള്ളാം. എന്താണെങ്കിലും ജാമ്യം കിട്ടി കഴിയുമ്പോൾ എന്താ നടക്കാൻ പോണേന്ന് അറിയാനായിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുക. എന്തൊക്കെ ആവേശപ്രകടനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഫാൻസിന്റെ ഭാഗത്തുനിന്ന്, ബോച്ചെ ഫാൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിരുന്ന് കാണേണ്ടി വരും. ടേക്ക് കെയർ.